ആദ്യം ശ്രീ അൻവർ ഷാ പാലോട്, ഇപ്പോൾ CAA കാര്യത്തിൽ ചിത്രം വ്യക്തമായി കഴിഞ്ഞു. വിജ്ഞാപനം വന്നതോടുകൂടി ഈ 2019 പാർലമെന്റ് പാസാക്കിയ നിയമത്തിന്റെ ചട്ടങ്ങളും ഇപ്പോൾ പുറത്തു വന്നിരിക്കുകയാണ്. അങ്ങനെ നിയമമായി അതിപ്പോൾ വെബ്സൈറ്റും നിലവിൽ വന്നു കഴിഞ്ഞു. എന്താണ് CAA എന്ന കാര്യത്തിലും ബോധ്യം വന്നു കഴിഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ നടക്കുന്നത് ഒരു ഭയപ്പാടുണ്ടാക്കുന്നു എന്നത് മാത്രമല്ലേ? ഇപ്പോൾ കേരളത്തിലേക്ക് വരികയാണെങ്കിൽ LDFും UDFും ഒരേപോലെ CAA എതിർക്കുന്നു. അതുവഴി ഈ തെരഞ്ഞെടുപ്പിൽ നേട്ടമുണ്ടാക്കുവാൻ ആർക്കാണ് കൂടുതൽ CAA എതിർക്കാൻ കഴിയുന്നത്? അതുവഴി കേന്ദ്ര സർക്കാരിനെയും BJPയെയും എതിർക്കാൻ കഴിയുന്നത്. അങ്ങനെ തെരഞ്ഞെടുപ്പിൽ നേട്ടമുണ്ടാക്കുവാനുള്ള ഒരു ശ്രമമാണല്ലോ നടക്കുന്നത്. സ്വാഭാവികമായിട്ടും BJP ഇതൊരു രാഷ്ട്രീയ അജണ്ടയായി തന്നെയാണ് മുന്നോട്ട് വയ്ക്കുന്നത്. അവരുടെ തെരഞ്ഞെടുപ്പ് വാഗ്ദാനം കൂടിയാണ് ഇത്. പക്ഷേ ഇവിടെ ഒരു ഭയപ്പാടിന്റെ അന്തരീക്ഷം സൃഷ്ടിക്കുന്നത് എന്തിനു വേണ്ടിയാണ്? അല്ല മഞ്ജുഷ് ഇങ്ങനെയൊക്കെ പറയുന്നത് കേട്ടാൽ തോന്നും ഇത് ഇന്നോ അല്ലെങ്കിൽ ഇന്നലെയോ നടപ്പിലാക്കുന്ന അല്ലെങ്കിൽ പുതിയതായി കൊണ്ടുവന്ന. അങ്ങനെയല്ല. ഇത് CPM ആയിക്കഴിഞ്ഞാലും ഇന്ത്യയിലെ പ്രതിപക്ഷ പാർട്ടികളായി കഴിഞ്ഞാലും 2019 ഡിസംബറിൽ ഇത് പാർലമെന്റിൽ കൊണ്ടുവന്ന സമയം മുതൽ ഇതിനേക്കാൾ ശക്തിയേറിയ രീതിയിൽ തന്നെ കൃത്യമായിട്ട് ഈ നിയമത്തെ എതിർത്തിട്ടുണ്ട്. അല്ലാതെ ഇപ്പോൾ മാത്രമല്ല. ഇത് 2024 ലോക്സഭാ തെരഞ്ഞെടുപ്പിന് തൊട്ടു മുന്നോടിയായിട്ട് കൊണ്ടുവരുന്നത് ആരാ? കേരളത്തിന്റെ മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയനാണോ? അല്ലെങ്കിൽ കേരളത്തിലെ പ്രതിപക്ഷ നേതാവ് VD സതീശനാണോ? രാഹുൽ ഗാന്ധിയാണോ? ഇത് കൊണ്ടുവരുന്നത് ശരിക്കും അമിത്ഷായും നരേന്ദ്രമോദിയുമാണ്. അതുകൊണ്ടാണ് നിങ്ങൾ നോക്കൂ, ആ വിജ്ഞാപനം തന്നെ എടുത്തു കഴിഞ്ഞാൽ ഈ വിജ്ഞാപനം എത്രയോ നാളുകൾക്ക് മുമ്പായി തയ്യാറാക്കി വെച്ചിട്ടുണ്ട്. അതിന്റെ ഏറ്റവും മുകളിൽ ഒരു ഡോട്ട് ഇട്ടേക്കുകയാണ്. അവിടെ പേന കൊണ്ടാണ് ഈ വിജ്ഞാപനത്തിൽ എഴുതി തന്നെ ഇന്നലെ പുറത്തിറക്കിയത്. അപ്പോ അടുത്ത ഉടൻ തന്നെ ഇത് തെരഞ്ഞെടുപ്പ് വരുമെന്നും നരേന്ദ്രമോദി സർക്കാരിന് ഇന്ത്യയിൽ പറയത്തക്ക യാതൊരുവിധ കാര്യങ്ങളുമില്ല, അവരുടെ മുമ്പിൽ രാമക്ഷേത്രവും അതോടൊപ്പം തന്നെ ഈ പറയുന്ന സിറ്റിസൺഷിപ്പ് അമെൻമെന്റ് ആക്ടും മാത്രമേ ഉള്ളൂ. എങ്കിൽ മാത്രമേ ഇന്ത്യയിൽ നിന്ന് അത് ഏറ്റവും കൂടുതൽ ഹിന്ദുത്വ ആശയങ്ങൾ കൂടുതൽ മുന്നോട്ട് വെക്കുകയും സിറ്റിസൺഷിപ്പ് അമെൻമെന്റ് ആക്ട് ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ആർക്കാണ് ഉപയോഗമായി വരുന്നത്? അത് ഉപയോഗമായി വരുന്നത് ഇത് നടപ്പിലാക്കുന്ന BJP സർക്കാരിനാണ്, നരേന്ദ്രമോദി സർക്കാരിനാണ്. അല്ലാതെ ഇത് പിണറായി വിജയനോ അല്ലെങ്കിൽ മറ്റാർക്കുമല്ല എന്ന് നിങ്ങൾക്ക് തന്നെ അറിയാം. അതുകൊണ്ടാണ് ഈ പറയുന്ന, അല്ലാതെ ഇത് ഭയപ്പെടുത്തുന്നതിന്റെ കാര്യമല്ലെന്നേ. ഇവർ പറയുന്ന യാതൊരുവിധ ന്യായീകരണങ്ങളും ഇതിനെ നമുക്ക് അക്സെപ്റ്റ് ചെയ്യാൻ കഴിയില്ല. അതാണ് ഞാൻ പറഞ്ഞത്, BJPയുടെ ഒരു തെരഞ്ഞെടുപ്പ് അജണ്ടയാണ്. അങ്ങനെ വരുമ്പോൾ നിങ്ങൾ അതിൽ പോയി കൊത്തിയിരിക്കുകയല്ലേ? ഇപ്പോൾ നിങ്ങൾ അതിന് ഈ പ്രചാരണം നൽകുന്നത് വഴി ഇവിടെ ഈ മുസ്ലിങ്ങൾക്ക് എന്തോ കുഴപ്പം സംഭവിക്കാൻ പോകുന്നു എന്ന രീതിയിലുള്ള പ്രചാരണം നൽകുന്നത് അതൊരു ഭയപ്പാടിന്റെ അന്തരീക്ഷം ഉണ്ടാക്കിയെടുക്കുന്നതാണല്ലോ. ഇവിടെ ഇപ്പോൾ CAA നടപ്പാക്കുന്നത് വഴി 2019 ഒരുപാട് ചർച്ച ചെയ്തതാണ്. ഒരുപാട് ലേഖനങ്ങൾ വന്നു, ചർച്ചകൾ വന്നു. അങ്ങനെയൊക്കെ പൊതുസമൂഹത്തിന് ഇതിനെക്കുറിച്ചൊരു ധാരണ വന്നു കഴിഞ്ഞിട്ടുണ്ട്. CAA വഴി ആർക്കാണ് നേട്ടം, ആർക്കാണ് കോട്ടം എന്നതാണല്ലോ ചിന്തിക്കേണ്ടത്. നേട്ടമുണ്ടാകുന്നത് അഭയാർത്ഥികളായി ഇന്ത്യയിൽ കഴിയാൻ വിധിക്കപ്പെട്ട കുറെ ആളുകൾക്കാണ്. അവർക്കൊരു സഹായമായി ഇത് വരുന്നു, അവർക്ക് പൗരത്വം കിട്ടുന്നു. അത് പഴയതുപോലെയുള്ള കാത്തിരിപ്പ് വേണ്ട, 5 വർഷം കാലാവധി ഉണ്ടായാൽ മതി, അതാണല്ലോ. അതല്ലാതെ ആർക്ക് കോട്ടമുണ്ടാകുന്നു? നിലവിൽ ഇന്ത്യയിലുള്ള ഒരു പൗരനും, അത് ഏത് മതത്തിന്റെ ആയിക്കോട്ടെ, ഒരു പൗരനും ഇതുവഴി പൗരത്വം നഷ്ടമാകുന്നില്ല. അതും വ്യക്തമാണല്ലോ. അതിലെന്തെങ്കിലും മാറ്റമുണ്ടോ? അങ്ങനെ ഒരു ഭയപ്പാടിന്റെ അന്തരീക്ഷം സൃഷ്ടിക്കണോ എന്നാണ് ഞാൻ ചോദിച്ചത്. ആർക്കും പൗരത്വം നഷ്ടപ്പെടുന്നില്ല, കുറച്ചു പേർക്ക് കിട്ടും. മഞ്ജുഷ ഞാനൊന്ന് പറഞ്ഞോട്ടെ. മഞ്ജുഷ് മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ലോകത്തെവിടെയും റെഫ്യൂജി അഥവാ അഭയാർത്ഥികൾക്ക് പൗരത്വം ഈ പറയുന്ന രീതിയിൽ കൊടുക്കുക. അവർ അഭയാർത്ഥികളായി വരുന്നു, അവർ അഭയാർത്ഥികൾക്ക് ശേഷം അവർ തിരിച്ചു പോവുകയാണ്. അവർക്ക് അഭയം കൊടുക്കുക എന്നുള്ളതാണ്. ഇനി രണ്ടാമത്തെ കാര്യം, ഇല്ലീഗൽ ഇമിഗ്രൻസ് ആണ് താങ്കൾ പറയുന്നത്. ഇന്ത്യയുടെ ചരിത്രത്തിൽ ഇത്രയും നാളായിട്ട് മഞ്ജുഷിനറിയാലോ, ഇല്ലീഗൽ ഇമിഗ്രൻസിന് പൗരത്വം നമ്മുടെ രാജ്യത്ത് നൽകില്ല. ഇല്ലീഗൽ ഇമിഗ്രൻസിന് പൗരത്വം കൊടുക്കുന്നത് ഇപ്പോൾ മാത്രമാണ്. 2019 CA. ഇതിനു മുമ്പ് നമ്മുടെ പൗരത്വ നിയമത്തിൽ ഭേദഗതി വന്നല്ലോ. ആദ്യം 55 നിയമം വരുന്നു, 86 അത് എന്ത് ചെയ്യുന്നുണ്ട്, അതിനകത്ത് ഭേദഗതി വരുന്നു. അതിന് ശേഷം ഈ പറയുന്ന രീതിയിൽ 2003 വരുന്നുണ്ട്, 2005 വരുന്നുണ്ട്. ഈ ഭേദഗതികളൊക്കെ വരുമ്പോഴും
ഒരിക്കലും ഈ രാജ്യം ഭരിച്ചിരുന്ന അടൽ ബിഹാരി വാജ്പേയി സർക്കാർ ഈ രാജ്യത്തുണ്ടായിരുന്നു, ഇവർക്ക് മുമ്പ് നരേന്ദ്രമോദി സർക്കാർ. ആ സമയത്തൊന്നും അവരെന്ത് ചെയ്തിട്ടില്ല, മതത്തിന്റെ അടിസ്ഥാനത്തിൽ അവർ ഈ പറയുന്ന രീതിയിൽ സിറ്റിസൺഷിപ്പ് കൊടുത്തിട്ടില്ല. നമ്മുടെ രാജ്യത്ത് അങ്ങനെ ഒരു സംവിധാനമേ ഇല്ല. ഈ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു പ്രധാനപ്പെട്ട പ്രശ്നം എന്തെന്നറിയോ, ഈ രാജ്യത്ത് അനധികൃതമായി കുടിയേറി ഇന്ത്യൻ ജയിലിൽ കിടക്കുമ്പോൾ ഒരു മുസ്ലിം, ഒരു ക്രിസ്ത്യാനി, ഒരു ഹിന്ദു, ഒരു ജൈന, ഒരു പാഴ്സി, ഈ സിറ്റിസൺഷിപ്പ് അമെൻമെന്റ് ആക്ട് നിലവിൽ വരുന്നതോടുകൂടി ഈ ഒരു മുസ്ലിം ഒഴിച്ച് ബാക്കിയുള്ളവർക്ക് എല്ലാവർക്കും പൗരത്വത്തിന് അപ്ലൈ ചെയ്യാനുള്ള യോഗ്യരാവുകയാണ്. അവിടെ മുസ്ലിങ്ങൾക്ക് മാത്രം എന്ത് ചെയ്യാൻ കഴിയുന്നില്ല, ഈ പറയുന്ന രീതിയിൽ പൗരത്വത്തിന് അപ്ലൈ ചെയ്യാനുള്ള ഒരു യോഗ്യതയും ഇല്ലാതാവുകയാണ്. മറ്റുള്ളവർക്ക് പറഞ്ഞോട്ടെ, ഇപ്പോൾ ബംഗ്ലാദേശ്, പാകിസ്ഥാൻ, അഫ്ഗാനിസ്ഥാൻ ഈ രാജ്യങ്ങളിൽ നിന്ന് മുസ്ലിങ്ങളായ അഭയാർത്ഥികൾ ഇന്ത്യയിലേക്ക് വരുമോ? കാരണം അത് മുസ്ലിം രാജ്യമാണ് ഈ മൂന്നും. അവിടെ നിന്ന് മതപീഡനത്താൽ അങ്ങനെ പ്രത്യേകിച്ച് പറയുന്നുണ്ടല്ലോ, ഇത് അങ്ങനെയാണല്ലോ വന്നിരിക്കുന്നത്. അല്ലല്ല, ന്യൂനപക്ഷം എന്ന നിലയിൽ ആ രാജ്യങ്ങളിൽ കഴിയുന്നവരാണ് ഇന്ത്യയിലേക്ക് വരുന്നത്, അവർക്കാണല്ലോ പൗരത്വം നൽകുന്നത്. അതല്ലാതെ ഈ മുസ്ലിം വിഭാഗത്തെ ഒഴിവാക്കുന്നതിന് കാരണവും അതാണല്ലോ. ഈ 3 രാജ്യങ്ങളിൽ നിന്നുള്ളവർക്ക് മാത്രമാണ്, മറ്റു രാജ്യങ്ങളിൽ നിന്നുള്ളവർക്ക് ഇത് ബാധകമല്ല. അവർക്ക് ഈ 11 വർഷത്തെ കാത്തിരിപ്പ് തന്നെ വേണം. ശ്രീ അൻവർ ഷാ പാലോട്, അതാണ് ഞാൻ ഇല്ലാത്ത കാര്യങ്ങൾ പ്രചരിപ്പിക്കുന്നത് കൊണ്ടുണ്ടാകുന്ന ഭയപ്പാടിനെ കുറിച്ചാണ് ഞാൻ പറഞ്ഞത്. ഇത് നമ്മൾ ഒരു സെൻസിറ്റീവ് വിഷയമായതുകൊണ്ട് സംയമനത്തോടെ കൈകാര്യം ചെയ്യേണ്ടതാണ്. അങ്ങനെ പറയേ ചെയ്യരുത്. അല്ലല്ല മഞ്ജുഷ അങ്ങനെ പറയേ ചെയ്യരുത്. മഞ്ജുഷ മനസ്സിലാക്കേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത്, ഈ നരേന്ദ്രമോദി സർക്കാർ അധികാരത്തിൽ വന്ന സമയത്ത് 2014 ഇവർ ആദ്യ അധികാരത്തിൽ വന്ന സമയത്ത് ഇവർ ഇതിന്റെ കരട് പ്രഖ്യാപിച്ചിട്ടുണ്ടായിരുന്നു. ഈ കരട് പ്രഖ്യാപിച്ച സമയത്ത് ഇവർ തന്നെ അന്ന് പറഞ്ഞതെന്നറിയോ, അഫ്ഗാനിസ്ഥാൻ ഈ നിയമത്തിനകത്ത് ഇല്ലായിരുന്നു. ഇന്ത്യയും പാകിസ്ഥാനും ബംഗ്ലാദേശും മാത്രമായിരുന്നു അന്ന് ഈ നിയമത്തിനകത്തുണ്ടായിരുന്നത്. ഇവര് പിന്നീട് എന്ത് ചെയ്തു, ഇവര് അത് മാറ്റിയിട്ട് അഫ്ഗാനിസ്ഥാനെയും കൂടെ ഇതിൽ കൂട്ടിച്ചേർത്തു. എന്നിട്ട് പിന്നെ ഇവർ പറഞ്ഞ കാര്യം എന്ന് പറഞ്ഞാൽ, ഇത് 953 നെഹ്റു ലിയാഖത്ത് കരാറിന്റെ ഉടമ്പടിയാണ്, അല്ലെങ്കിൽ നെഹ്റു ലിയാഖത്ത് കരാറിന്റെ ഭാഗമായിട്ട് എന്താണ് ന്യൂനപക്ഷങ്ങളെ സംരക്ഷിക്കാനുള്ള നിലപാട്. അതിലും അഫ്ഗാനിസ്ഥാൻ എന്ന് പറയുന്ന രാജ്യമില്ല അന്ന്. ഈ പറയുന്ന ബംഗ്ലാദേശ് പിന്നെയാണ് വന്നത്, നമുക്ക് പിന്നെയും പറയാം. ഈ പറയുന്ന അഫ്ഗാനിസ്ഥാനില്ല. അപ്പൊ ഇവര് പറയുന്നത് പിന്നെ ഇവര് പറഞ്ഞു ഇവരുടെ ഫോറിൻ പോളിസിയുടെ ഭാഗമാണ്, നമ്മൾ പൗരത്വം കൊടുക്കും, അത് ചോദിക്കാൻ നിങ്ങൾക്കാരാ. പക്ഷെ ഇവര് സുപ്രീം കോടതി കൊടുത്തേക്കുന്ന അഫിഡവിറ്റിലൊന്നും പറഞ്ഞിട്ടില്ല. നിങ്ങൾ ഇപ്പോഴും മനസ്സിലാക്കേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത്, ഈ പൗരത്വം കൊടുക്കുന്നവർ നാളെ ആർക്ക് വോട്ട് ചെയ്യും? ആ വോട്ട് ബാങ്ക് മാത്രമാണ് ഇവരുടെ പ്രധാനപ്പെട്ട പ്രശ്നം. ആർക്ക് വോട്ട് ചെയ്യും എന്നതാണ്, അതാണ് വിഷയം. അല്ലാതെ ആർക്കും പൗരത്വം നഷ്ടപ്പെടുന്നില്ലല്ലോ. ഇല്ലേ, ഇവിടെ നേരത്തെ ഒരു പ്രചാരണം ഉണ്ടായിരുന്നു, രാജ്യത്തുള്ള മുസ്ലിങ്ങൾക്ക് പൗരത്വം നഷ്ടപ്പെടാൻ ഇടയാകും, അവരുടെ ഐഡന്റിറ്റി കാർഡ് ചോദിക്കും, അവരുടെ പൗരത്വം ഇല്ലാതാക്കും എന്നുള്ള കാര്യങ്ങൾ പറഞ്ഞിരുന്നു. അങ്ങനെ ഒരു പ്രചാരണം നടന്നിരുന്നു. അതെന്തായാലും ഇപ്പോഴില്ലല്ലോ അല്ലെ? ഭരണഘടനയുടെ ആർട്ടിക്കിൾ അല്ല, ആ പ്രചാരണം ഉണ്ടോ ഇല്ലയോ? അതിപ്പോഴുണ്ടോ ഇല്ലയോ? ഈ രാജ്യത്ത് നിലവിലുള്ള ഏതെങ്കിലും വ്യക്തിക്ക് CAA കാരണം പൗരത്വം നഷ്ടമാകുമോ ഇല്ലയോ? ഇന്ത്യയിൽ ഒരാളുടെയും പൗരത്വം നഷ്ടപ്പെട്ടില്ല. ശരി, അങ്ങനെയല്ല. അല്ല, അങ്ങനെ ഒരു പ്രചാരണം ഉണ്ടായിരുന്നു, അങ്ങനെ ഒരു വലിയ പ്രചാരണം ഉണ്ടായിരുന്നു, പ്രത്യേകിച്ച് കേരളത്തിൽ അങ്ങനെ ഒരു പ്രചാരണം ഉണ്ടായിരുന്നു. നഷ്ടപ്പെട്ടില്ല. ശരി.